ഹായ് ഫ്രണ്ട്സ്, റാംബണ്ടേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഞാനിന്നൊരു ബീഫ് റോസ്റ്റും പാലപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല നാടൻ രീതിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബീഫ് റോസ്റ്റാണ് നമ്മൾ ഇന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അതിന് വേണ്ട ഐറ്റംസ് ഞാനിവിടെ ബീഫ് എടുത്തിട്ടുണ്ട്. വിത്ത് ബോണുള്ള ബീഫാണ്. 1 kg ആണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകും. കറിക്ക് ബോണിൽ നിന്നുള്ള ആ ഒരു ജ്യൂസ് എല്ലാം ഇറങ്ങി വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ അതിന് വേണ്ട മസാലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റ് മസാല വേണം, കൊറിയാണ്ടർ പൗഡർ, ടെർമറിക് പൗഡർ, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി മീറ്റ് ഒനിയനൊക്കെ നമ്മൾ ആ ബീഫിൻ്റെ കൂടെ നമുക്ക് കടിക്കാൻ കിട്ടും, പക്ഷെ നമുക്കത് വേർതിരിക്കാൻ പറ്റില്ല. അതേപോലെയായിരിക്കും നമ്മളുടെ ഫിനിഷിങ് വരുന്നത്. അപ്പം ഇത് നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മീഡിയം ഒനിയൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ് ആഡ് ചെയ്യുന്നത്.
നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ എപ്പോഴും ഓണിയൻ പെട്ടെന്ന് കുക്കായി കിട്ടാനുള്ള ടിപ്പാണ്, പല ആൾക്കാർക്കും അറിയാം, ഇനി അറിയില്ലാത്തവർക്കായിട്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓണിയൻ കുക്കായി കിട്ടും. അതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ഓണിയൻ വഴറ്റാനാണെന്നുണ്ടെങ്കിലും അത് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. നമ്മൾ ഈ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി ഒനിയനിലുള്ള ആ ഒരു വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് വെളിയിലോട്ട് വരും. അങ്ങനെയാണ് ഒനിയൻ പെട്ടെന്ന് അത് വാടി കിട്ടുന്നത്. പറ്റില്ല. അപ്പോൾ ഒരു മീഡിയം ചൂട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം എപ്പോഴും വെക്കാൻ പാടുള്ളൂ. സ്ലോലി പതുക്കെ കറക്കി ചുറ്റിച്ചെടുത്തിട്ട് അതങ്ങ് അടച്ചു വെക്കണം.
അപ്പോൾ പാലപ്പം കുക്കായി കഴിയുമ്പോൾ ഈ സൈഡിൽ നിന്നെല്ലാം വിട്ടുപോലും നമുക്ക് സുഖമായിട്ട് കൈകൊണ്ട് അത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പാലപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി. Press the bell icon on the YouTube app and never miss another update.